പ്രാണനായി പായുമെന്നിൽ നീയെ വെള്ളിക്കിളിയെ നിന്റെ ചിരിയിൽ കുഞ്ചി തഴുകാൻ കാത്തിരുന്നേ കൂടുകൂട്ടാൻ പോരു നീയെ പ്രാണനായി പായുമെന്നിൽ നീയെ വെള്ളിക്കിളിയെ പെണ്ണെ നിന്നിലിടമേകുമോ മൂളും ഗാനം ഒന്നായി പാടാൻ നെഞ്ചിലിണ ചേരുമോ ഈ വസന്തം കാത്തു നിന്നേ നിന്നിൽ ചേരാൻ കാത്തിരുന്നേ കൂടുകൂട്ടാൻ പോരു നീയെ പ്രാണനായി പായുമെന്നിൽ നീയെ വെള്ളിക്കിളിയെ നിന്നരികിൽ ചേരാൻ കാത്തു ഞാനിരാവിൻ രാഗമായി ഞാൻ നിന്നരികിൽ പാടാൻ കാത്തു ഞാൻ മൗനമെന്തേ പാടുപെണ്ണെ കാലമൊന്നായി നോക്കി നിന്നേ ഈ വസന്തം കാത്തു നിന്നേ നിന്നിൽ ചേരാൻ കാത്തിരുന്നേ കൂടുകൂട്ടാൻ പോരു നീയെ പ്രാണനായി പായുമെന്ന് നീയെ വെള്ളിക്കിളിയെ വെള്ളിക്കിളിയെ ഹലോ ആ അമ്മ ആ ഇല്ല എന്താ അമ്മ സുധാകരമാമന്റെ വീട്ടിൽ കുറച്ച് സാധനം എടുത്തു വെച്ചിട്ടുണ്ട് വരുമ്പോ അത് എടുക്കണേ ആ ശരി അമ്മ ശരി ശരി മറക്കല്ലേ ആ ഞാൻ മേടിച്ചോളാം ആ ശരി ശരി ചേട്ടാ ഓ അതോടെ വെക്കല്ലേ ആ വെളിയിൽ ടാർപ്പേട്ടാ മതി ആ ചേട്ടാ ഞാൻ ഇറങ്ങിക്കോണേ ശരിയാണ് നീ റെഡിയായില്ലേ? അവരിങ്ങ് എത്താറായി. സിബിച്ചൻ്റെ മോടെ കല്യാണത്തിനെ അവൻ്റെ അമ്മ ഇതേപ്പറ്റി എന്നോട് സംസാരിച്ചതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ആ പയ്യനും അവർക്ക് അതൊന്നൊരു വിഷയമല്ലെന്ന്. മാത്രമല്ല നല്ല കൂട്ടരാ. ഈ എവിടെയൊക്കെ മുടിയാവും. ഓ പിന്നെ മുടി. ചേച്ചി എന്തിയേ? അകത്തെങ്ങാനും കാണും. ഞാൻ തുണി വിരിക്കുകയായിരുന്നു.
അല്ല അമ്മാവനൊക്കെ വന്നിട്ടുണ്ടോ? സുലർണ ചേച്ചിയൊന്നും വന്നിട്ടില്ല. അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം അവരാരും ഇങ്ങോട്ട് വരാറില്ല. പയ്യൻ്റെ വീട്ടുകാരും ബന്ധുക്കാരുമായിട്ട് അത്ര ചേർച്ചയിലൊന്നും അല്ല. അയാൾ പോയ ശേഷം കാര്യങ്ങളൊക്കെ നോക്കുന്ന അമ്മയല്ലേ. പിന്നെ എല്ലാ കാര്യത്തിനും തലയിടാൻ ആ ഒരു കിഴങ്ങൻ വല്യച്ഛനും. പാണ്ടിക്കുളമാണോ വരച്ചേ? നല്ല എരിവ്. എടി അവനത് എന്തിൻ്റെ കേടാ? എത്ര നല്ല ആലോചനകൾ ഞാൻ കൊണ്ടുവന്നതാണ്. അതൊന്നും അവന് പിടിക്കത്തില്ല. ഇപ്പോൾ ഈ രണ്ടാം കെട്ടുകാരെ കിട്ടിയുള്ളൂ. അവനറിയാവുന്ന കൊച്ചാന്നേ, മാത്രമല്ല നല്ല പൊരുത്തമുണ്ട്. നീ ഒറ്റ ഒരുത്തി അവനെങ്ങനെ വഷളാക്കുന്നത്? മതി നിർത്ത്, അവൻ വന്നു എന്നാ തോന്നണേ. ആ വലിയച്ഛനെപ്പം എത്തി? ആ കുറച്ചു നേരമായി. ഞങ്ങൾ പറയുമായിരുന്നേ, ആ കൊച്ചും മോനും തമ്മിൽ നല്ല ചേർച്ചയാണ്. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ആ അജയ് വന്ന ഉടനെ നമുക്ക് ഇറങ്ങാം. വിളഞ്ഞത് മാത്രം നോക്കി ഇട്ടാൽ മതി. ബസ് അങ്ങ് ആ സുരേന്ദ്രന് മാറ്റിയിട്ടേക്കണേ. ഇന്നാൾ കൊടുത്തില്ല, അവൻ്റെ വായി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കേൾക്കണം. ഒന്നാമത് അവൻ ആളൊരു ചൊറിയ, പിന്നൊരു നാറി. അയാൾ ഇന്നലെ വന്നായിരുന്നു. ആ ഞാൻ കണ്ടില്ല. നല്ലോണം കായ്ക്കുന്നതാ, ഇന്ന് തന്നെ അങ്ങ് നട്ടോണേ. ആ നട്ടേക്കാൻ കൊച്ചേ, പഠിച്ചാൽ മതിയായിരുന്നു. അമ്മേ, ഈടൊക്കെ കൊള്ളാം. നമസ്കാരം. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ സുഖമായിരുന്നു. മഴയൊന്നുമില്ലായിരുന്നു, സുഖമായിരുന്നു. ഇന്നെന്തായാലും ഒരു തെളിച്ചമുണ്ട്. എന്തോ മഴയായിരുന്നു. അവിടെ ഈ താന്ന പ്രദേശമായോണ്ടേ പെട്ടെന്നാണ് വെള്ളം കയറുന്നത്. ആ ഇവിടെ പിന്നെ ആ ഒരു പ്രശ്നമില്ല. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ബിസിനസ്സൊക്കെ? കുഴപ്പമില്ല. ഇപ്പം ഈ കാറ്ററിംഗ് വർക്കൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്, ഫുൾ പാക്കേജ് ആയിട്ട്. ആ നമ്മുടെ തട്ടയിലെ സിബീച്ചൻ്റെ മോടെ കല്യാണ പരിപാടി ഇവരല്ലായിരുന്നു സ്വർണ്ണക്കടയൊക്കെ ഉള്ളത്. ആ അറിയാം. ആ നമ്മുടെ കൊച്ചിൻ്റെ കാര്യം പറയുക വന്നില്ലേ, അവിടെ താല്പര്യപ്രകാരമായിരുന്നു ആദ്യത്തെ കെട്ട്. അതാണ് ജാതക പൊരുത്തമൊന്നും നോക്കിയതുമില്ല, ഇങ്ങനെയായി. ആക്സിഡൻ്റ് ആയിരുന്നു അല്ലയോ? അതിൽ പിന്നെ അവൾ ഇങ്ങനെ. ഓ അതൊക്കെ അങ്ങ് ശരിയായിക്കോളൂ. ഒന്നേ ഒന്നുമില്ലാലും അവർ തമ്മിൽ നല്ല പൊരുത്തമല്ലയോ? ബാക്കി എന്തോന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ. താനിതിലൊന്നും പറഞ്ഞില്ലല്ലോ. സുധച്ചേച്ചി അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നേ. അമ്മയ്ക്കിതിൽ പ്രത്യേകിച്ച് എതിർപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം ആ വല്യച്ഛനാ. പുള്ളി എനിക്ക് ഒരു ആലോചനകളൊക്കെ കൊണ്ടുവന്നതാണ്. ഞാനൊന്നിലും താല്പര്യം കാണിക്കാത്തതുകൊണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ കല്യാണം കഴിയുമ്പോൾ ശരിയായിക്കോളും. ചേട്ടാ പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഇപ്പോൾ ഒരു സെക്കൻഡ് മാരേജിനെ പറ്റി ചിന്തിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. അനിയത്തിക്കൊരു ആലോചന വന്നതിൻ്റെ പേരിലാണ് അവരിങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. എടോ, തൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. തന്നോടുള്ള സിമ്പതി കൊണ്ടൊന്നുമല്ല, തന്നെ എനിക്ക് ശരിക്കും ഇഷ്ടമായോണ്ട ഞാൻ ഈ കാര്യം അമ്മയോട് പറഞ്ഞത്. വീട്ടുകാരുടെ നിർബന്ധം കാരണം താനിപ്പോൾ ഒരു തീരുമാനം എടുക്കണം. താൻ ഓക്കെ ആവും പറഞ്ഞാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. വെള്ളിക്കിളിയേ വെള്ളിക്കിളിയേ എന്നാ പിന്നെ സമയം പോലെ എല്ലാവരും അങ്ങോട്ടൊന്ന്. പിന്നെന്താ? ആയിക്കോട്ടെ. വാഴ നാടനാണോ?
നല്ല വാടൻ വാഴയാ. ആ ആ ഇരിക്കട്ടെ. സാധാ അത് കൊണ്ടുപോകുന്നേ.